നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ദൈവം ആരാണെന്ന് കണ്ടു. പുത്രനെ കുറിച്ച് നാം നേരത്തെ കണ്ടു. യേശു എന്തുകൊണ്ട് അതുല്യനായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ പഠനത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് നാം കാണുകയുണ്ടായി. യേശു അടുത്ത് എന്ന് അവരോട് പറഞ്ഞത്, എനിക്ക് സകല അധികാരവും ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പോകുവിൻ എന്നാണ്. അപ്പോൾ പോകുവാൻ പറഞ്ഞിരിക്കുന്നതിന്റെ ഉദ്ദേശമാണ് ഇന്ന് നാം നോക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തിയിലും ഈ മഹാനിയോഗം അല്ലെങ്കിൽ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് മറ്റുള്ളവർ വിളിക്കുന്ന ഈ മിഷനറി പ്രവർത്തനത്തെ യേശു പറഞ്ഞിട്ടുള്ളത് ആയിട്ട് എല്ലാ എഴുത്തുകാരും ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശു ക്രിസ്തു പറയുന്നത് ഇതാണ്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 21-ാം വാക്യം. അവിടെ പറയുന്നത് എൻ്റെ പിതാവാണ് ഈ മിഷനറി പ്രവർത്തനത്തിന് വേണ്ടി എന്നെ അയച്ചത്. അപ്പോൾ നമ്മുടെ ദൈവം ആണ് മിഷനറി വീരൻ. നമ്മുടെ ദൈവമാണ് ഏറ്റവും വലിയ മിഷനറി. ആ ദൈവമാണ് നമ്മെ സഹായിക്കുവാൻ വേണ്ടി തന്റെ പുത്രനായ ക്രിസ്തുവിനെ അയച്ചത്. ഡേവിഡ് ലിവിങ്സ്റ്റൺ പറഞ്ഞു, നമ്മുടെ ദൈവത്തിന് ഒരേ മകൻ ഉണ്ടായിരുന്നു, ആ മകനെ ലോകത്തിന് വേണ്ടി തന്നു അയച്ചു. അതുകൊണ്ട് താനാണ് ഏറ്റവും വലിയ മിഷനറി. അത് മാത്രമല്ല, മിഷനറി ബുക്ക് വേദപുസ്തകമാണ്. കാരണം എന്താ? മനുഷ്യൻ പാപം ചെയ്ത ഉടനെ ദൈവം പറഞ്ഞു, ആദാമിന്റെയും ഔവയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്ത്രീയുടെ സന്തതിയായി ഒരുവനെ അയച്ചു. അപ്പോൾ ആ സ്ത്രീയുടെ സന്തതി വന്ന് മനുഷ്യവർഗത്തിന്റെ രക്ഷയെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം. അതുമാത്രമല്ല, ഈ മിഷനറി മെസ്സേജ് എന്താണ്? അത് സുവിശേഷമാണ്. യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൽ കൂടെയുള്ള വീണ്ടെടുപ്പാണ്. അപ്പോൾ മിഷനറി ആയി പ്രവർത്തിക്കുന്ന ദൈവം, മിഷനറി വിവരങ്ങൾ പറയുന്നത് വേദപുസ്തകത്തിൽ, അതിലെ ഏറ്റവും പ്രാധാന്യമുള്ള മെസ്സേജ് സുവിശേഷം. സഭയിൽ കൂടാണ് ഈ മിഷനറി പ്രവർത്തനം ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ദൂതന്മാരോ വേറെ ആരിൽ കൂടെയുമല്ല, സഭയിൽ കൂടെ. അപ്പോൾ മിഷനറി എന്ന് പറയുന്ന പദം എവിടെ നിന്നാണ് ഉണ്ടായത്? ലാറ്റിൻ വേർഡായ മിറ്റോ എന്നിൽ നിന്നാണ് ഈ പദം ഉണ്ടായിരിക്കുന്നത്. മിറ്റോ എന്ന് പറഞ്ഞാൽ ടു സെൻഡ്. അതിന് തത്തുല്യമായ പദമാണ് ഗ്രീക്കിൽ അപ്പസ്റ്റോലോ എന്ന് പറഞ്ഞാൽ ടു സെൻഡ്. ഏകദേശം 80-ലധികം പ്രാവശ്യം വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ ഈ അപ്പസ്റ്റോലോ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ കൂടെ ഒരു അപ്പസ്തോലനായി എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുത്തുകാരൻ എഴുതുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ അപ്പസ്തോലനും ആരാണ്? യേശു ക്രിസ്തു തന്നെയാണ്. കാരണം താൻ പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടു. യേശു തന്നെ വ്യക്തമാക്കി, ഞാൻ വന്നത് എൻ്റെ സ്വന്തം ഇഷ്ടത്താലല്ല, പിന്നെയോ പിതാവിനെ അയച്ചിരിക്കുന്നു. അതുകൂടാതെ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അയച്ചു. അതാണ് ഈ 5 എഴുത്തുകളിലും കൂടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തി. യേശു ക്രിസ്തു മത്തായിൽ പറയുകയാണ്, എനിക്ക് സകല അധികാരവും ലഭിച്ചു, അതുകൊണ്ട് നിങ്ങൾ പോകുക. അപ്പോൾ അധികാരമുള്ള കർത്താവാണ് നമ്മെ അയക്കുന്നത്. വലിയ അധികാരം എനിക്കുണ്ട്. എങ്ങനെയുള്ള അധികാരം? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവുമുള്ള ഒരു വ്യക്തിയാണ് നമ്മെ അയക്കുന്നത്. ആ കർത്താവ് പിന്നെയും പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ട് പോകണം? ലോകത്തിൽ മുഴുവൻ പോകണം, സകല സൃഷ്ടിയോടും സുവിശേഷം പറയണം. അവിടെ സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യനെയാണ്. അപ്പോൾ മാർക്കോസ് പറയുന്നത് എല്ലാവരോടും സുവിശേഷം പറയണം, സകല സൃഷ്ടിയോടും സുവിശേഷം പറയണം. അധികാരത്തോടെ അയച്ച കർത്താവ് പോയി സകലരോടും പറയാൻ പറഞ്ഞു. എവിടെല്ലാം പറയണം? സ്വന്തം നാട്ടിൽ പറയണം, അയൽവക്കത്ത് പറയണം, അടുത്ത സംസ്ഥാനത്തിൽ പറയണം, ഭൂലോകത്തിലൊക്കെയും പറയണം. അപ്പോൾ ഈ പദം ശിഷ്യന്മാർ വളരെ വ്യക്തമാക്കിയിട്ടു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തെ വിശദീകരിക്കുന്നതാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. 1-ാം അധ്യായത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് യെരുശലേമിൽ. അതെവിടെയാണ്? 1 മുതൽ 7 അധ്യായങ്ങളിൽ ഉള്ള സുവിശേഷ വേല എവിടെയാണ്? യെരുശലേമിൽ.
യെരൂശലേമിൽ യഹൂദ്യയിലും അങ്ങോട്ടും ഇങ്ങോട്ടും അവര് മാറി ആ ദേശത്ത് മാത്രം പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ യഹൂദനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് 1 മുതൽ 7 അധ്യായം വരെ. 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസ് ശമരിയയിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് 10-ാം അധ്യായത്തിൽ ഒരു ജാതിയെ കണ്ടുമുട്ടുന്നു. 8-ാം അധ്യായത്തിൽ ശമരിയക്കാർ മാത്രമല്ല ഒരു ആഫ്രിക്കക്കാരനായ മനുഷ്യനോട് സുവിശേഷം പറവാൻ പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നു. അത് കഴിഞ്ഞ് 13 മുതൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും മറ്റു ഭൂഖണ്ഡങ്ങളിലേക്കും സുവിശേഷമായി കടന്നു പോകുന്നു. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തെ മനസ്സിലാക്കി അവർ സുവിശേഷം ചെയ്തു എന്നുള്ളതിന്റെ ലക്ഷണമാണ് അവിടെ കാണുന്നത്. അതുമാത്രമല്ല ഈ ശിഷ്യന്മാർ ഈ കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കി എന്നുള്ളതിനുള്ള തെളിവാണ് ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ 24-ാം അധ്യായത്തിന്റെ 44 മുതൽ വായിക്കാം. അതാണ് അവരുടെ പ്രസംഗത്തിൽ നിഴലിച്ചു കാണുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് എന്ത് പ്രസംഗിക്കണമെന്ന് അവിടെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും അതൊരു പൊതുവായിട്ടുള്ള വിഷയമാണ് പറയുന്നത്. ഞാൻ പഠിപ്പിച്ചതൊക്കെയും എന്ന് യേശു ക്രിസ്തു മത്തായി പറയുന്നു, മർക്കോസിൽ പറയുന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും. കാരണം ഇവർ പറയുന്നത് വിശ്വസിക്കണം. എന്താണ് വിശ്വസിക്കേണ്ടത്? നമുക്ക് വായിച്ച് ഉറക്കെ വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 44 മുതൽ 48 വരെയുള്ള വാക്യം. പിന്നെ അവൻ അവരോട്, ഇതാവുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകൾ ഇതാണ്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണമെന്നുള്ളത് തന്നെ. അടുത്തത് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അപ്പോൾ കർത്താവ് പറയുകയാണ്, വേദപുസ്തകം യേശു ക്രിസ്തു ഉപയോഗിച്ച പഴയ നിയമം എന്തായിരുന്നു? അതാണ് ഒന്നാമത് അവരോട് പറഞ്ഞത്. എന്താണ്? എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. രണ്ടാമത് മനസ്സിലാക്കാൻ അവരുടെ ബുദ്ധിയെ തുറന്നു. അടുത്തത് ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവരുടെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. നോക്കിക്കേ, അപ്പോൾ യേശു ക്രിസ്തു കടന്നു വന്ന് കഷ്ടം അനുഭവിക്കണം, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും. അപ്പോൾ യെരൂശലേമിൽ നിന്നുള്ളത് ജാതികളായിട്ട് അല്ല, ദൈവജനമായിട്ടാ, സ്വന്തം ജനമായിട്ടാ കൂട്ടുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് പറയുകയാണ്, ഇത് യേശു പറഞ്ഞതിന്റെ യഥാർത്ഥ അർത്ഥം ഗ്രഹിച്ചിട്ട് ലൂക്കോസ് എഴുതുകയാണ്. എന്താ? യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ചു, അവൻ നമ്മൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാനസാന്തരവും പാപമോചനവും എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. എന്നിട്ട് പറയുകയാണ്, ആരാ ഇത് പ്രസംഗിക്കേണ്ടത്? നിങ്ങൾ. അതിന്റെ അടുത്ത വാചകം 48, ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. നിങ്ങൾ സാക്ഷികളാകുന്നു. അപ്പോൾ സാക്ഷികൾ മാത്രം പറവാനായിട്ടാണ് യേശു ഇത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത്, നിങ്ങൾ സാക്ഷികളാകും. നിങ്ങൾ എന്റെ സാക്ഷിയാണ്. പക്ഷേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നിങ്ങൾ ശക്തി ലഭിക്കുന്നത്. അപ്പോൾ മത്തായിയിൽ യേശു ക്രിസ്തു അധികാരമുള്ളവനായി പറയുന്നുവെങ്കിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ യേശു പറയുകയാണ്, പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്ക് ശക്തി നൽകുന്നത്. സാധാരണ അധികാരം തന്നെ എല്ലാത്തിനും മതി. ഇപ്പോൾ ഒരു ഒട്ടും ബലമില്ലാത്ത ഒരു 5 അടി നീളമുള്ള ഒരു പോലീസുകാരൻ, അവന് ശാരീരികമായി വലിയ മസിലോ ശക്തിയോ ഒന്നുമില്ല. അവൻ കൈ കാണിച്ചാലും അവന്റെ പിന്നിലുള്ള അധികാരം, അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം വിളിച്ചു പറയുന്നു അവൻ അധികാരമുണ്ടായിരുന്നില്ലേ. അവൻ ചെറുതാണോ വലുതാണോ, കായിക ശക്തി ഉണ്ടോ, എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടോ, ഇതൊന്നും അതിന് പ്രശ്നമല്ല. അപ്പോൾ അധികാരമുണ്ടെങ്കിൽ തന്നെ അത് മതി. പിന്നെ അധികാരവും ശക്തിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. നോക്കൂ, ഇതാണ് ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി സുവിശേഷം അറിയിക്കുവാൻ തന്നിരിക്കുന്ന സവിശേഷത. അധികാരവുമുണ്ട്, ശക്തിയുമുണ്ട്. അപ്പോൾ ഒരു ശക്തിക്കും തടുക്കാൻ കഴിയാത്തവണ്ണം നാം സാക്ഷികളായി യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് ദൈവം തമ്പുരാൻ അറിയാമായി. അതാണ് അങ്ങനെ നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അധികാരം മത്തായി പറയുന്നു, ശക്തി
അപ്പോസ്തലപ്രവൃത്തി ലൂക്കോസ് പറയുന്നു എന്ത് പ്രസംഗിക്കണമെന്ന് ലൂക്കോസ് വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. മാർക്കോസ് പറഞ്ഞിരിക്കുന്നു. എല്ലാവരോടും പറയണം. അപ്പോൾ ഇതാണ് യേശുക്രിസ്തു നമ്മളോട് അവസാനമായി പറഞ്ഞത്. എന്തുകൊണ്ട് പറയണം? അതാണ് പിന്നത്തെ ചോദ്യം. എന്തുകൊണ്ട് പറയണം? എന്തുകൊണ്ടാണ് പറയേണ്ടത്? മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ യേശു എല്ലാ പട്ടണങ്ങളിലും ഊരുകളിലും ചുറ്റി സഞ്ചരിച്ചു. അവിടെ വെച്ച് ജനങ്ങളെ കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ അവരോട് മനസ്സലിഞ്ഞു. കാരണം അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിയവരും ചിന്നിയവരുമായിരുന്നു. ലക്ഷ്യബോധമില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരെയാണ് ചിന്നിയവരും കുഴഞ്ഞവരും നേതാവില്ലാത്തവരും എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യവർഗത്തെ യേശു നേരിട്ട് കണ്ടു, പോയി കണ്ടു, അവരുമായി ഇടപെട്ടു. ഇടപെട്ട ഉടനെ യേശു പറയുന്നത് എന്താണ്? വായിച്ചു നോക്കെ 36. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട്. അപ്പോൾ യേശു നേരിട്ട് കണ്ടു. ഇവരാരാണ്? ഇവർക്ക് ഇടയനില്ല, ഇവർ ചിന്നിയവരാണ്, കുഴഞ്ഞവരാണ്, ഉദ്ദേശമില്ല, ഇവർക്ക് ലക്ഷ്യപ്രാപ്തിക്കാൻ ഇവരെ കൊണ്ട് കഴിയുകയില്ല. അവരാടുകളെ പോലെ ചിന്നിയവരായിരുന്നു, ചിതറിയവരായിരുന്നു. ലോകത്തിൽ ആടാണ് ചിന്നിയാലും ചിതറിയാലും മടങ്ങി വരാൻ പറ്റാത്ത ഒരു മൃഗം, അല്ലെ? പട്ടിയെ കൊണ്ട് നിങ്ങൾ ദൂരെ വിടെ, അത് മടങ്ങി വരും. പൂച്ചയെ കൊണ്ടുവിടെ, അത് വരും. എന്നാൽ ആടിന് എന്ത് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ സ്വയമായി ഇവർക്ക് മടങ്ങി വരുവാൻ കഴിയാതെ വണ്ണം ഇവർക്ക് യാതൊരു നേതൃത്വവും ഇല്ലാതെ ഇവർ കുഴഞ്ഞു കിടക്കുന്നു എന്ന് യേശു കണ്ടതുകൊണ്ടാണ് പറയുന്നത് ഇവരുടെ അടുക്കിലേക്ക് നാം കടന്നു പോകണം. അതാണ് അതിന്റെ കാരണം. പിന്നെ അത് മാത്രമല്ല, യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നു, ഇവരുടെ അടുക്കൽ പോയാൽ എന്ത് സാധിക്കും? കൊയ്ത്ത് വളരെ വലുതാണ്, അല്പമൊന്നുമല്ല, വളരെ അധികമുണ്ട്. അതുകൊണ്ട് ആ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതെ 4-ാം അധ്യായത്തിലാണ് നാം അത് വായിക്കുന്നത്. അതിന്റെ 35-ാം വാക്യം. നിങ്ങൾ തലമുക്കി നോക്കിയാൽ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മതി, നോക്കിയേ, നിങ്ങൾ തലമുക്കി നോക്കിയാൽ എന്തുണ്ട്? നിങ്ങൾക്ക് കൊയ്ത്ത് കാണാം. കൊയ്ത്ത് ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്നു എന്ന് കാണാം. എന്നാൽ കൊയ്ത്ത് വളരെ ഉണ്ട് എന്നോടാ പറഞ്ഞിരിക്കുന്നത്. നാം വായിച്ച വേദഭാഗത്തിന്റെ തൊട്ട് താഴെ എവിടെ? മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 36 മുതൽ വായിക്കുമ്പോൾ 38-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത് കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. അപ്പോൾ കൊയ്ത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തതിന്റെ കാരണം നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകൾ മാത്രം നോക്കുന്നത് കൊണ്ട്. ഈ അപ്പോസ്തലന്മാരോട് യേശു പറയുകയാണ്, ഞാൻ കാണുന്നത് പോലെ നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ കൊയ്ത്ത് കാണുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പറയും സമയം ധാരാളമുണ്ട്, കാണേണ്ടത് കാണാതെ നിങ്ങൾ കാണരുതാത്തത് കണ്ട് അങ്ങനെ ജീവിക്കുന്നവരാണ്. എന്നാൽ തല ഉയർത്തി നോക്കൂ, എന്നാൽ നിങ്ങൾ കാണും. എന്ത് കാണും? കൊയ്ത്ത് കാണും. കൊയ്ത്ത് എത്രയുണ്ട്? വളരെയുണ്ട്. പിന്നെ കുഴപ്പം എന്താ? കൊയ്ത്തിന് വേലക്കാർ വളരെ ചുരുക്കം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാര്യങ്ങളെ കാണേണ്ടതുപോലെ കണ്ടാൽ മാത്രമേ ആളുകൾ ചിന്നിയവരായാലും കുഴഞ്ഞവരായാലും ലക്ഷ്യമില്ലെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളുടെ കാര്യമെന്ന് പറയുന്നത് നാം ഈ യേശുവിനെ കുറിച്ച് അറിഞ്ഞവർ, കണ്ടവർ, കേട്ടവർ, രുചിച്ചവർ, മനസ്സിലാക്കിയവർ, മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ അവർ ഈ കൊയ്ത്തിന് ഭാഗമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഒരാളല്ല എല്ലായിടത്തുമുണ്ട് എന്ന് യേശു പറയുന്നു. ഈ കൊയ്ത്ത് ആരുടെയാണ്? അയച്ചവനായ പിതാവിന്റെ. അങ്ങനെ അടുത്ത വാക്യം പറയുന്നത് എന്താ പറയുന്നത്? കൊയ്ത്ത് ആരുടെയാ? കൊയ്ത്തിന്റെ യജമാനനോട് നിങ്ങൾ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, കൊയ്ത്തിന്റെ യജമാനൻ ആരാ? ദൈവത്തോട്. ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ കാര്യം യേശു ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ കാണുന്ന കാര്യം വളരെയുണ്ട്, വളരെ കുറച്ചു വരെയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ കൊയ്ത്തിന്റെ ഉടമസ്ഥൻ പിതാവായ ദൈവമാണ്. അവര് പ്രാർത്ഥിച്ചു. അടുത്ത വാക്യം പറയുന്നത് അവൻ പന്തിരുവരെ വിളിച്ചു, അവരെ പറഞ്ഞയച്ചു എന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഈ കൊയ്ത്തിനെ കുറിച്ചുള്ള അറിവും എല്ലാം ഉണ്ടായാലും പിതാവായ ദൈവം
നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഉത്തരവാദിത്തം മനസ്സിലാക്കുവാൻ ആ ഭാരം നാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മെ അയക്കുന്നത്. നോക്കൂ, പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ അയച്ചു. യേശുക്രിസ്തു അപ്പോസ്തലന്മാര് 12 പേരെ, പ്രത്യേകിച്ച് 11 പേരെ അവസാന സമയത്ത് പറഞ്ഞുവിടുന്നു. എന്നിട്ട് അതിൽ പെടാത്ത ഒരു അപ്പോസ്തലനാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ അപ്പോസ്തലനായി ലോകം അറിയുന്നത്. ആരാ? പൗലോസ്. പൗലോസിനെ ആരാ അയച്ചത്? അതിന് വാക്യം തന്നെ എടുക്കുക. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, യേശുക്രിസ്തുവിനെ അയച്ചത് ആരല്ല, വേറെ ആരുമല്ല. 12 അപ്പോസ്തലന്മാർ കൂടി കൈവച്ചിട്ട് പറഞ്ഞു വിട്ടതല്ല. നമ്മളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് സുവിശേഷ വേലയ്ക്ക് നമുക്ക് വേണ്ടുന്നതിന്റെ അത്രയും കാഴ്ചപ്പാടില്ലാത്തതെന്നറിയാമോ? നമ്മൾക്ക് ഈ വിധത്തിലുള്ള ഒരു അയപ്പ് കിട്ടിയാലേ സാധ്യമാക്കിയുള്ളൂ. എന്താ വായിച്ച് 13-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. പരിശുദ്ധാത്മാവെ അവരെ പറഞ്ഞയച്ചു. നോക്കിക്കേ, പിതാവായ ദൈവം തന്റെ പുത്രനെ അയച്ചു, പുത്രൻ 12 പേരെ അയച്ചു. ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ ഏറ്റവും പ്രസക്തമായി 13 മുതലുള്ള അധ്യായങ്ങളിൽ കാണുന്ന വ്യക്തിയെ പരിശുദ്ധാത്മാവ് അയച്ചത് അപ്പോസ്തലനായ പൗലോസിനെ ആണ് അയച്ചത്. അപ്പോൾ പിതാവും അയക്കും, പുത്രനും അയക്കും, പരിശുദ്ധാത്മാവും അയക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള ഈ വലിയ നിയോഗം പ്രാപിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കും? നമുക്ക് ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കാമെന്നല്ലാതെ ദൈവത്തിന്റെ വേല ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ചെയ്തെടുക്കുവാൻ കഴിയുകയില്ല. അത് തന്റെ ഉറപ്പൊന്ന് നോക്കിക്കേ. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ എന്നെ അയച്ചത് ആരല്ല, മനുഷ്യനല്ല, മനുഷ്യരാരുമല്ല, ദൈവത്താൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുവാൻ ഞാൻ ഇതാ ഒരുങ്ങിയിരിക്കുന്നു. വായിച്ച് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഞാൻ അപ്പോസ്തലനായത് മനുഷ്യനിലുമല്ല, മനുഷ്യനാലുമല്ല, പിന്നെ യേശുക്രിസ്തുവിനാലും, അടുത്തത് പിതാവായ ദൈവത്താലുമാണ്. അപ്പോൾ ഈ കോൺഫിഡൻസ് ആണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത്. ഇതില്ലെങ്കിൽ നാം സുവിശേഷം പറയത്തില്ല. ഇത് ഇല്ലെങ്കിൽ നമുക്ക് സുവിശേഷം പറവാൻ ഭയമാണ്. നാം സുവിശേഷം പറയാത്തതിന്റെ കാരണം എന്താ? ഒറ്റ കാര്യമേ ഉള്ളൂ. എന്തില്ല? എനിക്ക് പിന്നിൽ എന്റെ അധികാരം എന്താണെന്നും എന്നെ അയച്ചതാരാണെന്നും ഞാനത് ചെയ്തില്ലെങ്കിൽ ഇത് നടക്കയില്ല എന്നുള്ള ഉറപ്പില്ലാത്തത് കൊണ്ട്. ഞാൻ അനേക ദൈവമക്കളെ കണ്ടിട്ടുണ്ട്, വർഷത്തിൽ ഒരുത്തനോട് പോലും സുവിശേഷം പറയത്തില്ല. നമ്മള് എല്ലാവർക്കും എന്താ വേണം? ദൈവരാജ്യം വികസിക്കണം. എല്ലാവർക്കും എന്ത് സംഭവിക്കണം? യേശുക്രിസ്തു വരണം. യേശുക്രിസ്തു വരണമെന്നൊക്കെ ചോദിച്ചാൽ എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന് തന്നെ അറിഞ്ഞുകൂടാ. കാരണം എന്തിനാ യേശുക്രിസ്തു വരണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു, ഈ സുവിശേഷം സകല ജാതികളിലും പ്രസംഗിക്കപ്പെടുമ്പോൾ എന്താ അവസാനം വരും. അതുവരെ ദൈവമായ കർത്താവ് ദീർഘക്ഷമയോട് കാത്തിരിക്കുന്നു എന്ന് ആര് പറഞ്ഞിരിക്കുന്നു? പത്രോസ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത് ചെയ്യാതെ പോയാൽ, സുവിശേഷം അറിയിക്കാതെ പോയാൽ കർത്താവിന്റെ വരവ് താമസിക്കും. രണ്ടാമത് നമുക്ക് കിട്ടുവാനുള്ള പ്രതിഫലം നഷ്ടപ്പെടും. ഒരുപാട് പേര് നരകത്തിൽ പോകും. അല്ലെ? നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർ, നമ്മുടെ യാത്ര ചെയ്യുമ്പോൾ കണ്ടുമുട്ടുന്നവർ, ഇങ്ങനെ 100 കണക്കിന് ആൾക്കാരുണ്ട് നാമുമായി ബന്ധപ്പെടുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ? ഞാൻ ആരാ? കർത്താവിനാൽ അയക്കപ്പെട്ടവനാണ്. അപ്പോസ്തലോ എന്നുള്ള പദം 80-ലധികം പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ചുസൻ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ തനിയെ വന്നതല്ല, മനുഷ്യരാലുമല്ല, മനുഷ്യരിൽ നിന്നുമല്ല, യേശുക്രിസ്തുവിനാൽ പിതാവായ ദൈവത്താൽ തന്നെ ഞാൻ എന്തോ പ്രാപിച്ചു. ഈ അധികാരം അപ്പോസ്തലൻ അയക്കപ്പെട്ടവനായി തീർന്നു. അപ്പോൾ ആ ധൈര്യം നമുക്ക് ഉണ്ടാകണം. ആ ധൈര്യം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടില്ല. യേശു പറഞ്ഞു, സകല അധികാരം എനിക്കുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ
ശക്തി ലഭിക്കും. പിന്നെ മെസ്സേജ് തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് പറയണം? അവര് ഭാഗമായിരിക്കുന്നു. നമ്മളുടെ കർത്താവാണ് കൊയ്ത്തിന്റെ യജമാനൻ. അങ്ങനെ എല്ലാ നിലകളിലും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സുവിശേഷം പറയാതിരിപ്പാൻ എന്തില്ല പറയാതിരിക്കാൻ ഒരു കാരണവുമില്ല. പിന്നെ പറയാതിരിക്കുന്ന ഒരു കാരണം എന്താ? ഉറപ്പില്ല. എന്നെ ദൈവം ഇതിനു വേണ്ടി വിളിച്ചോ? അപ്പോൾ ഒരു ചോദ്യം, മിഷണറി അല്ലല്ലോ ഞാൻ. പക്ഷേ മിഷണറി അല്ല, സാക്ഷിയാണ് മിഷണറി ആകേണ്ടത്. അപ്പോൾ ഒരു മിഷണറി ജനിക്കുകയല്ല, തന്നെത്താൻ ആക്കി തീർക്കുകയാണ്. എങ്ങനെ? കർത്താവിനാൽ വിളിക്കപ്പെട്ടുവെങ്കിൽ, പരിശുദ്ധാത്മാവ് അയക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ ദൗത്യം സ്വീകരിക്കുന്നുവെങ്കിൽ, ദൈവം പരിശുദ്ധാത്മാവിനെ തന്നുവെങ്കിൽ, ലോകത്തിന്റെ ആവശ്യം മനസ്സിലാക്കിയെങ്കിൽ, ഞാൻ മനുഷ്യരുടെ ജോലിക്കാരനല്ല എന്ന് ഗ്രഹിച്ചുവെങ്കിൽ എന്തോ ചെയ്തേ പറ്റുള്ളൂ? സുവിശേഷം പറഞ്ഞേ പറ്റുകയുള്ളൂ. അപ്പോൾ നോക്കിക്കേ, എന്തുകൊണ്ടാണ് ദൈവജനങ്ങൾ രക്ഷിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെടാത്തത്? സുവിശേഷം പറയാത്തത്. അതൊരു 100 വെട്ടി വെട്ടിയാലേ മരം വീഴുകയുള്ളൂ. ഒറ്റ വെട്ടുകൊണ്ട് വീണാൽ അതൊരു അത്ഭുതമെന്നേ പറയാൻ പറ്റുകയുള്ളൂ. ചിലപ്പോൾ 1000 പ്രാവശ്യം ഒരുവനോട് പറയണം, എന്നാലേ മനസ്സാന്തരപ്പെടുകയുള്ളൂ. ചിലരോട് 100 പ്രാവശ്യം പറയണം, ചിലരോട് 500 പ്രാവശ്യം പറയണം. അപ്പോൾ നമ്മൾ ഓർക്കും, ഇതെന്താണ് ഞാൻ ഇത്രയും പ്രാവശ്യം സുവിശേഷം പറഞ്ഞിട്ട് ഇവനൊരു അനക്കവുമില്ലല്ലോ. എങ്ങനെ അനങ്ങുന്നത്? ഒറ്റ വെട്ടുകൊണ്ടൊന്നും ചിലപ്പോൾ സംഭവിച്ചെന്ന് വരികയില്ല. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ഇത്രയും അത്ഭുതവും ഇത്രയും സത്യമായ സുവിശേഷം ശക്തിയോട് പ്രസംഗിച്ചിട്ടും എന്ത് സംഭവിച്ചില്ല? അവിടെയുള്ളവരെല്ലാം രക്ഷിക്കപ്പെട്ടില്ല. വളരെ ചുരുക്കം പേര് മാത്രമേ അന്ന് രക്ഷിക്കപ്പെട്ടുള്ളൂ. അതുകൊണ്ട് സുവിശേഷം പറവാൻ നാം മടി കാണിച്ചാൽ അതിന്റെ അർത്ഥം നമുക്ക് വേദപുസ്തകത്തിന്റെ തത്വം അറിഞ്ഞുകൂടാ, കോൺഫിഡൻസ് ഇല്ല. ഇതാണ് നമ്മുടെ വിഷയം. അപ്പോസ്തലനായ പൗലോസാണ് അതിന് ശ്രേഷ്ഠമായ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം പറയുന്നതിന് മുമ്പേ പറയട്ടെ, ഇത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നതിന് മുമ്പ് യേശു പറഞ്ഞു. എന്തോ പറഞ്ഞു? ഞാൻ നിങ്ങളുടെ അടുക്കൽ ആരായിട്ട് അയക്കുന്നത്? നിങ്ങളെ ആടുകളായിട്ട് അയക്കുന്നത്. എങ്ങോട്ടാ പോകുന്നത്? ചെന്നായിക്കണ്ട അടുക്കലേക്ക്. അപ്പൊ എല്ലാം സുഖമാണെന്ന് വിചാരിച്ച് ആരും സുവിശേഷം പറയാൻ പോകണ്ട. നമ്മളൊക്കെ ഓർക്കുന്നത് സുവിശേഷം പറയുമ്പോൾ നല്ല മാന്യതയോടുകൂടെ സ്വീകരിച്ച് കസേരയിലൊക്കെ ഇരുത്തി കേൾക്കണമെന്നാണ്. പക്ഷെ യേശു എന്ത് പറഞ്ഞില്ല? യേശു പറഞ്ഞത്, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് പറഞ്ഞത്, അല്ലേ? 16-ാം വാക്യമാണ് എന്റെ വിശ്വാസം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം വിചാരിക്കുന്നത് എളുപ്പമല്ല. ഒരു ചെന്നായുടെ നേരെ ഒരു കുഞ്ഞാട് നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് അധികാരമുണ്ട്, ശക്തിയുള്ളത് കൊണ്ട് മാത്രമാണ് സാധിക്കുന്നത്. യേശു അതേ അധ്യായത്തിൽ വീണ്ടും പറയുന്നു, നിങ്ങൾ സ്വയമായി പറയേണ്ട ആവശ്യമില്ല. നിങ്ങളിലുള്ള പിതാവിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി പറയേണ്ടത് എന്താണെന്ന് ഏത് സമയത്തും പറയും. നോക്കിക്കേ, അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സുവിശേഷം അറിയിക്കുക. ഞങ്ങൾ പഠിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടപ്പോ അവർക്ക് സകല അധികാരവും കൊടുത്തു, അവർക്ക് ശക്തിയും കൊടുത്തു. പരിശുദ്ധാത്മാവിന്റെ വരവിനായി അവരോട് എന്തു പ്രസംഗിക്കണമെന്ന് പറഞ്ഞു, എന്തുകൊണ്ട് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു, ആര് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പ്രസംഗത്തിന്റെ കാര്യത്തിലാണ് നാം ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്തു ചെയ്യും? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വാക്കുകൾ നൽകും. അപ്പോൾ ഇത് സംഭവിക്കാത്തതിന്റെ കാരണം നമ്മൾക്ക് പറയുമെങ്കിലും വലിയ ഒരു വേദനൊന്നുമില്ല. എന്നതിനെ കുറിച്ച് ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. എനിക്കറിയാം, നമ്മളിത് പറയുമ്പോൾ ഉണർവൊക്കെ പോകും. നമുക്ക് വേടനുണ്ടോ? ഇല്ല. രണ്ടാമത്, വേടൻ മാത്രമില്ല എന്നുള്ളതല്ല, നമ്മൾക്ക് ഈ മെസ്സേജിന്റെ ശക്തി അപ്പോസ്തലന്മാർ വിചാരിച്ചതുപോലോ വേദപുസ്തകം പഠിപ്പിക്കുന്നത് പോലോ നമുക്ക് ഉറപ്പില്ല. കാരണം എന്താ? ഈ സുവിശേഷത്തെ കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്. അപ്പോൾ അവരെപ്പോഴും നമ്മളെ ആരായിട്ടേ കാണത്തുള്ളൂ? നമ്മളെ പോഷന്മാരായിട്ടേ കാണത്തുള്ളൂ. ഒന്നാമത്
യേശു പറഞ്ഞു കുഞ്ഞാട് പോലാണ് നിങ്ങൾ പോകുന്നത്. രണ്ടാമത് ഈ നശിച്ചു പോകുന്നവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ നമ്മളെ പോഷന്മാരായിട്ടേ കാണുകയുള്ളൂ. പക്ഷേ ഈ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണെങ്കിൽ രക്ഷിക്കപ്പെടുന്നു നമുക്ക് അത് ദൈവശക്തിയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് മാത്രമല്ല, ഈ മെസ്സേജ് ഉള്ളിലുണ്ടെങ്കിൽ, ഈ ദൗത്യം നമ്മുടെ ഉള്ളിൽ കത്തുന്നുവെങ്കിൽ എന്ത് പറയാതിരിക്കാൻ കഴിയുകയില്ല? പറയാതിരിക്കാൻ കഴിയുകയില്ല. പഴയ നിയമത്തിൽ മെസ്സേജ് ലഭിച്ച യിരെമ്യാവിനോട് ചോദ്യമില്ലേ? യിരെമ്യാവ് പറഞ്ഞു, അയ്യോ എന്റെ ഉദരം എനിക്ക് നോവ് കിട്ടിയിരിക്കുന്നു. പ്രസവവേദന എടുക്കുന്ന സ്ത്രീയെ പോലെ താൻ ചിത്രീകരിക്കുകയാണ്. എനിക്ക് നോവ് കിട്ടിയിരിക്കുന്നു, മിണ്ടാതിരുന്നുകൂടാ, ഇനി പ്രസവം ചെയ്തേ മതിയാകുള്ളൂ. അതാണ് അതിന്റെ അർത്ഥം. എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയില്ല. അതാണ് താൻ പറയുന്നത്. ഒരു പ്രസവവേദന എടുക്കുന്ന സ്ത്രീ ഏത് വിധേനയെങ്കിലും പ്രസവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ എന്റെ ഉള്ളിൽ കത്തുന്ന ഈ തീ, ഈ മെസ്സേജ് പുറത്തു വന്നേ മതിയാകുള്ളൂ. അതാണ് പഴയ നിയമത്തിലെ പ്രവാചകനായ യിരെമ്യാവ് പറയുന്നത്. പുതിയ നിയമത്തിൽ പൗലോസ് എന്താ പറയുന്നത്? ഈ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. കാരണം എന്താ? ഇതെന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു. വേറെ വൃത്തിയൊന്നുമില്ല. ഇതെന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് ഞാൻ പറഞ്ഞേ മതിയാകുള്ളൂ. വേറെ ആരും പറഞ്ഞാൽ അത് സാധിക്കയില്ല. കാരണം എന്താ? അവർക്ക് അനുഭവമില്ല, അവർ സാക്ഷികളല്ല, അവർക്ക് മെസ്സേജിന്റെ പൂർണ്ണ രൂപമില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടം, ഞാൻ ചെയ്യേണ്ടത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? കർത്താവ് പറഞ്ഞത് കൊണ്ട് മാത്രമാണോ ഇത് ഞാൻ പറയുന്നത്? അല്ല. നരകത്തിലെ യാതന സ്ഥലത്തു നിന്നുള്ള വിളി കേൾക്ക്. എന്താ പറയുന്നത്? ഏതെങ്കിലും ഒരുവൻ പോയി ജീവനുള്ള സഹോദരന്മാരോടെ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവന് മാനസാന്തരപ്പെടുമായിരുന്നു. ഞാനോ ഇവിടെ കടന്നേ യാതന അനുഭവിക്കുന്നു. ആരാ പറയുന്നത്? ധനവാൻ നിലവിളിച്ച് ലോകത്തോട് പറയുകയാണ്, അബ്രഹാമിനോട് പറയുകയാണ്, ഏതെങ്കിലും വിധത്തിൽ ഈ എന്റെ സഹോദരന്മാർ ഇവിടെ വരാതിരിപ്പാൻ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ യേശുക്രിസ്തു നമ്മളെ നിയോഗിച്ചു എന്ന് മാത്രമല്ല, നമ്മൾക്ക് വിളിക്കപ്പെട്ടു എന്നുള്ള കോൺഫിഡൻസ് മെസ്സേജ് സകലതും തന്നതുമല്ല, യാഥാർത്ഥ്യത്തിൽ കിടന്ന് നിലവിളിക്കുകയാണ്. എന്ത്? ഞങ്ങളോട് കരുണ തോന്നി, ഇവിടെ കിടക്കുന്ന ഞങ്ങൾ യാതന അനുഭവിക്കുന്നത് കൊണ്ട് ഇത് സംഭവിക്കാതിരിക്കാൻ മറ്റവരോട് പറയണം. നമുക്ക് പലപ്പോഴും ഉറപ്പില്ല. എന്ത്? യേശുക്രിസ്തുവിൽ കൂടെയാണ് ഈ രക്ഷ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയുകയും കാര്യമൊക്കെ ചെയ്യുന്നെങ്കിലും ഇതല്ലാത്തവർക്കെ കുറിച്ച് അവരെ ഇന്നത്തെ പ്ലൂറലിസവും അതായത് എല്ലാ മതത്തിലും ദൈവമുണ്ട്, അതുകൊണ്ട് കർത്താവുണ്ട്, അതുകൊണ്ട് ആരെയും കർത്താവ് അംഗീകരിക്കും എന്നുള്ള ഫിലോസഫി, ഇതൊന്നും അവർക്ക് അത് ബാധകമായിരുന്നത് പോലെ, ആരെ നരകത്തിൽ കിടക്കുന്ന ഇവൻ പറയുന്നത് പോലെ അല്ല. നമ്മുടെ ജനങ്ങൾ അതൊക്കെ കേട്ട് ഇന്ന് സുവിശേഷം പറയുന്ന ദൈവമക്കൾ വളരെ കുറവാണ്, വളരെ കുറവാണ്. ഉപദേശിമാരും കുറവാണ്. കാരണം എന്താണെന്നറിയാമോ? സഭയെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകുന്നത് ഒഴിച്ച് ഒരുവനെ കിട്ടിയാൽ സുവിശേഷം പറയുന്ന വളരെ തുച്ഛം സുവിശേഷ വേലക്കാരും വിശ്വാസികളും ഉള്ളൂ. ഇതാണ് നമ്മുടെ തകരാറ്. അപ്പോസ്തലൻ പറയുന്നത് പോലെയോ യിരെമ്യാവ് പറയുന്നത് പോലെയോ ഒരു ഭാരമോ ഒരു ചിന്താഗതിയോ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടില്ല. ഇനി നോക്കിക്കേ, എന്തുകൊണ്ട് പറയണം? നമുക്ക് അപ്പോസ്തലനായ പൗലോസാണ് അതിനെ വിവരിക്കുന്നത്. അത് റോമാലേഖനം 1 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ വായിച്ചാൽ തന്റെ ജീവിതത്തിൽ ഇത്രമാത്രം സുവിശേഷം പറവാൻ ഉള്ള കാരണം അവിടെ വിവരിക്കുന്നുണ്ട്. നോക്കിക്കേ, 1-ാം അധ്യായത്തിൽ 1 മുതൽ വായിച്ച്. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി നിർത്തി വായിച്ചാലേ മനസ്സിലാകുന്നു. അവിടെ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ 15 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റിയില്ല. ഞാനിത് തൊട്ടുപോകുകയാണ്. അപ്പോൾ എന്താണ്? ദൈവത്തിന്റെ സുവിശേഷമാണ്. എന്താ? ഒന്നുകൂടെ വായിച്ച ആ വാക്യം. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം. അപ്പം ദൈവം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം, അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഈ സുവിശേഷത്തെ കുറിച്ച്
പിന്നെയും അപ്പോസ്തലൻ പറയുന്നുണ്ട് ഈ സുവിശേഷം, അതേ അധ്യായത്തിൽ 2 പ്രാവശ്യം എടുത്ത് പറയുന്നുണ്ട് ഈ സുവിശേഷം. അവസാനം 16-ാം വാക്യത്തിൽ പറയാണ് ഈ സുവിശേഷം ദൈവശക്തിയാണ്. അപ്പോൾ ഈ സുവിശേഷം ദൈവത്തിന്റെയാണ്, ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായതാണ്. അത് അത്രമാത്രം പ്രാധാന്യമുണ്ട്. കർത്താവ് ഈ ലോകത്തെ സ്നേഹിച്ചു എന്നറിയാം. അതാണ് അതിന്റെ കാരണം. ഈ സുവിശേഷം നമുക്ക് തരാൻ കാരണം എന്താണ്? ദൈവം വളരെയധികം നമ്മെ സ്നേഹിച്ചു. 3-ാം വാക്യം നോക്കി. 3-ാം വാക്യം, concerning his son Jesus Christ our Lord, who was born of the seed of David according to the flesh. No, in English അത് 2-ാം വാക്യമാണ്, മലയാളത്തിലാണ് 3-ാം വാക്യം. Which he promised before through his prophets in the holy scriptures. അത് ഓരോ ട്രാൻസ്ലേഷൻ വ്യത്യാസത്തിലാണ് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ വായിച്ചേ, പ്രിയന് വായിച്ചേ. എന്താ മുഴുവൻ വായിലേ? അതിന് തൊട്ടത് യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, ദൈവത്തിന് പ്രിയൻ. നോക്കിക്കേ, ഇപ്പോൾ ദൈവത്തിന് മനുഷ്യവർഗത്തോട് പ്രിയമുണ്ട്. ഇത്രയും. അതുകൊണ്ടാണ് ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു. യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ പറയുന്നത് എന്താണ്? അവൻ ലോകത്തെ സ്നേഹിച്ചു, അതുകൊണ്ട് തന്റെ പുത്രനെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവൻ ലോകത്തെ സ്നേഹിച്ചത് കൊണ്ട് ഈ സുവിശേഷമായ യേശുവിനെ കൊടുക്കുവാൻ തന്നെ ദൈവം എന്ത് തീരുമാനിച്ചു? അപ്പോൾ ദൈവത്തിന് മനുഷ്യവർഗം പ്രിയപ്പെട്ടവരാണ്. ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിച്ചു, ഈ കൊച്ചു ഭൂമിയിൽ ഇത്രയും മനുഷ്യന് വേണ്ടി മഹാദൈവം എന്തിനു വന്നു? നിങ്ങൾക്ക് അതിനൊരു ഉത്തരവുണ്ടോ? ഞാൻ ചോദിക്കാം. ഇത്ര അഖിലാണ്ട ലോകത്തിലുണ്ടായിരിക്കെ ഈ മനുഷ്യന് വേണ്ടി എന്തിനാ വന്നതെന്ന് അപ്പൊ എനിക്ക് ദൈവം തന്നൊരു ഉത്തരം, ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഒരാത്മാവ് ഈ സകല ലോകത്തെക്കാൾ വിലയേറിയതാണെങ്കിൽ ഇത്രയും മനുഷ്യന്റെ വില എത്രയാണെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. നമുക്ക് വിലയില്ലെന്നേ ഉള്ളൂ. ദൈവം കാണുന്ന വില അങ്ങനെയാണ്. അപ്പോൾ ഈ അഖിലാണ്ടം മുഴുവനേക്കാൾ വിലയുള്ളത് ഒരാത്മാവാണെങ്കിൽ ഇത്രയും മനുഷ്യൻ ഇത്രയുള്ളപ്പോൾ അവര് പ്രിയരായിരുന്നു. ഇതാണ് അതിന്റെ വില. നമുക്കറിയാമല്ലോ, ഓരോരുത്തരും ഓരോ സാധനത്തിനും കൊടുക്കുന്ന വിലയാണ് അതിന്റെ വില, പിന്നിലുള്ള വില നിശ്ചയിക്കുന്നത്. അപ്പൊ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമുക്കൊരു 10 പൈസക്ക് ഇഷ്ടമില്ലാത്തത് ഇവിടുത്തെ വലിയ വലിയ സെലിബ്രിറ്റിയുടെ തുണിയാണ്, അതാണ് ഇതാണെന്നും പറഞ്ഞ് എത്ര ലേലം വിളിക്കുന്നത്? മില്യൻസ്. ഒരു ഷൂസ്, അവരുടെ ഒരു പുസ്തകം, അല്ലെ അവരെഴുതിയ ഒരു കത്ത്, അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തിനും വേറെ അടുത്തേക്ക് കൊടുത്താൽ എന്തിനു വേണം? അപ്പൊ അവരവരെ വില കൽപ്പിക്കുന്നത് അവരവരുടെ രീതിയിലാണ്. അപ്പോൾ ദൈവം വില കൽപ്പിച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടി ഇതുപോലെയാണ്. ഒരു ആത്മാവിനെ ഇത്രയും വില കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യനെ തേടി യേശു വന്നത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? 2-ാം വാക്യം. ഞാൻ മലയാളത്തിലാണ് ഇതെല്ലാം പറയുന്നത്, ഞാൻ ഇംഗ്ലീഷിൽ എന്റെ ഓർഡർ തെറ്റിയിരിക്കുക ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ. 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വീണ്ടും വായിച്ച്. 2-ാം വാക്യം, യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട വൃതന്മാർ, ഇല്ലേ? വിളിക്കപ്പെട്ടവർ. നോക്കിക്കേ, അപ്പോൾ വിളിക്കപ്പെട്ട ഒരു ജനം എന്തിന്? നമ്മെ കർത്താവിന് വേണ്ടി വിടിവിക്കുവാൻ, രക്ഷിക്കുവാൻ, ദൈവജനമാക്കി തീർക്കുവാൻ, മക്കളാക്കി തീർക്കുവാൻ, അവന്റെ കാന്തയാക്കി തീർക്കുവാൻ റിഡംഷൻ ദൈവം പ്ലാൻ ചെയ്തു. യേശുക്രിസ്തുവിനെ നൽകി. അത്രമാത്രം അവൻ സ്നേഹിച്ചു. അതുകൊണ്ട് ഈ സുവിശേഷം പ്രസംഗിക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ഈ പ്രസംഗം ചെയ്തില്ലെങ്കിൽ സേവ് ചെയ്യാൻ ഒരു മാർഗവുമില്ല. യേശുക്രിസ്തുവിൽ കൂടെ അല്ലാതെ രക്ഷയില്ല. യേശുക്രിസ്തു മാത്രമാണ് മാർഗം. യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്തവൻ നിത്യനരകത്തിൽ പോകും. അവർക്ക് രണ്ടാമതൊരു ചാൻസ് ഇല്ല. അതിന് നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾക്കൊരു ശകലം കൂടെ ഒക്കെ എന്തോ വേണം, ചില എരിവും, ചില എക്സൈറ്റ്മെന്റും, ചില വേദനും, ചില താല്പര്യവും ഒക്കെ വേണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എനിക്ക് തന്നിരിക്കുന്നത് ഒരു ശുശ്രൂഷയുണ്ട്. എന്താ? സകല ജാതികളോട് വിശേഷം പറയണമെന്ന്. അവൻ മാനസാന്തരപ്പെടുന്ന സമയത്ത് തന്നെ
9-ാം അധ്യായത്തിൽ, 22-ാം അധ്യായത്തിൽ, 26-ാം അധ്യായത്തിലും താൻ സാക്ഷ്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും തികച്ചെടുക്കുവാൻ വേണ്ടി താൻ പറയുന്നത് കഷ്ടപ്പെടുവാനല്ല, മരിക്കാൻ പോലും ഞാൻ ആരാണ്, റെഡിയാണ്. എനിക്ക് ആകെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്താ ഉദ്ദേശം? ഈ ശുശ്രൂഷ തികയ്ക്കണം. യേശു പറയുന്നത് നോക്കൂ. യേശു എന്താ പറഞ്ഞത്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് മുഴുവൻ യേശുവിന്റെ ശബ്ദത്തെ ഫോളോ ചെയ്യാം. യേശു 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, താൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. യേശു പറഞ്ഞു, പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തി ചെയ്യണം. 9-ാം അധ്യായത്തിന് 4-ാം വാക്യം യോഹന്നാൻ സുവിശേഷം. എന്നിട്ട് യേശു പറഞ്ഞു, എന്റെ ആഹാരം എന്താണ്? എന്റെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താ? വസ്ത്രമാണോ? വസ്ത്രമില്ലതിലൊക്കെ മനുഷ്യൻ ജീവിക്കും. ഒരുപാട് പേര് ഇന്നും ലോകത്തിൽ വസ്ത്രമില്ലാതെ ജീവിക്കുന്നുണ്ട്. കാട്ടില് ട്രൈബൽസിന്റെ. പക്ഷെ ആഹാരമില്ലാതാക്കും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനോടാണ് തുല്യപ്പെടുത്തിയിരിക്കുന്നത്. എന്താ? എന്റെ ആഹാരം, എന്റെ ഏറ്റവും പ്രാധാന്യമുള്ള സംഗതി യേശു പറഞ്ഞത് അയച്ചവന്റെ ഇഷ്ടം ചെയ്യാം. എന്നിട്ട് അവസാനം എന്താ? പ്രാർത്ഥിച്ച് നിർത്തി ക്രൂശിലേക്ക് പോകുമ്പോൾ പറയുന്നത് എന്താ? കർത്താവേ, നീ തന്ന പ്രവൃത്തി തെളിച്ച് നിന്റെ നാമത്തെ ഞാൻ ബഹുദ്ധീകരിച്ചു. 3 കാര്യം വളരെ കാര്യമായതാണ്. യേശു പറയുന്നത്, പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തി ചെയ്യണം, എനിക്ക് ജീവിതമുള്ളിടത്തോളം. നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ പകലിന് 12 മണിക്കൂറുണ്ട് ഞാൻ പോകുകയാണെന്ന് യേശു പറഞ്ഞു. പകലുള്ളിടത്തോളം എന്ത് ചെയ്യണം? പ്രവൃത്തി ചെയ്യണം. എങ്ങനെ ചെയ്യണം? ആഹാരം പോലെ അതിനെ കാണണം. എന്തിനു ചെയ്യണം? ദൈവത്തിന്റെ മഹത്വം വരണമെങ്കിൽ നാം നമ്മുടെ പ്രവൃത്തി തികച്ചെടുത്താൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇത് പ്രീച്ച് ചെയ്തേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നടക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കണം. ആരോടൊക്കെ പ്രസംഗിക്കണം? നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് നിങ്ങളോട് പ്രസംഗിക്കണം. താൻ ഈ സുവിശേഷത്തിന്റെ വാല്യൂ കണ്ടിട്ട് അവരോട് പറയാണ്, നിങ്ങളുടെ അടുക്കൽ എനിക്ക് പറയണം, അത് ദൈവമക്കളാണ്. പിന്നെ പറയാണ്, എനിക്ക് 14-ാം വാക്യത്തിൽ, ഞാനൊരു കടക്കാരനാണ്, ഇത് ചെയ്തില്ലെങ്കിൽ എന്റെ പേരിൽ എപ്പോഴും കടം കാണും. നിങ്ങൾക്ക് എത്ര പേർക്ക് കടക്കാരാണെന്ന് പറഞ്ഞാൽ സന്തോഷം കിട്ടും? എനിക്ക് വലിയ വിഷമമാണ്. ഒരു കുറച്ച് പൈസ വാങ്ങിയിട്ട് അത് കൊടുത്തില്ലെങ്കിൽ എങ്ങനെയെങ്കിലും തീർക്കുന്നത് വരെ ഭയങ്കര വിഷമോ അല്ലേ? അത് വലിയ ഭാരം. ഇതേ ഭാരത്തോടാണ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ എല്ലാവരോടും കടക്കാരൻ. ആരോടൊക്കെയാ കടക്കാരൻ? യവനോട്, വായിച്ച്, യഹൂദനോട്, ബർബരനോട്, സകലരോടും ഞാൻ കടക്കാരനാണ്. 14-ാം വാക്യം റോമാലേഖനം 1:14 പറയുന്നു, ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരൻ. ഞാൻ എല്ലാവർക്കും കടക്കാരനാണ്. എനിക്ക് ഈ ഇങ്ങനെ പറയാൻ കാരണം, യേശു പറഞ്ഞ സകല മനുഷ്യരോടും, സകല ജാതികളോടും, സകല സൃഷ്ടിയോടും സുവിശേഷം പറയണം. യെരൂശലേം തുടങ്ങി ഭൂമിയുടെ അറ്റത്തോളം പറയണം. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് പറയുകയാണ്. അത് അറിവില്ലാത്തവനാണെങ്കിലും ജ്ഞാനിയാണെങ്കിലും യഹൂദനാണെങ്കിലും അതെ എങ്ങനെയുള്ള ഔക്കര്യമാണെങ്കിലും ഒന്നും എനിക്ക് കാര്യമില്ല, അവരോടെല്ലാം ഞാൻ കടക്കാരനാണ്. എന്തുകൊണ്ടാ? ഇതാണ് ദൈവത്തിന്റെ നീതി. 17-ാം വാക്യം, ദൈവത്തിന്റെ നീതി. വായിച്ച് 16-ഉം 17-ഉം ഒന്നിച്ചു വായിക്കും. ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ട് വെളിപ്പെടുന്നു. അതെ, ദൈവത്തിന്റെ നീതി ഇതിൽ കൂടെ വെളിപ്പെടുകയുള്ളൂ. അത് ദൈവത്തിന്റെ രക്ഷിക്കുവാനുള്ള ശക്തിയാണ്. താൻ പറയുന്നു, എനിക്ക് അതുകൊണ്ട് സുവിശേഷത്തെ കുറിച്ച് എന്തില്ല, ലജ്ജയില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. ഞാൻ മുമ്പേ പറഞ്ഞു, നമുക്ക് ഉറപ്പില്ല. രണ്ടാമത്തേത് എന്താ? നമുക്ക് ലജ്ജയാണ്. സുവിശേഷം പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യം, വളരെ ലജ്ജയാണ്. എല്ലാവരും പറയും, ഇവന് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയ അപ്പോസ്തലൻ പറയുന്നത്, എനിക്കതിനെ കുറിച്ച് ലജ്ജയില്ല. കാരണം തനിക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ട്. പ്രസംഗിക്കാൻ വേണ്ടി താൻ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇതേ അധ്യായത്തിൽ തന്നെ ഒന്നാമത് താൻ ചെയ്യുന്നത് നോക്കിക്കേ, താൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 8-ാം വാക്യം വായിച്ചു. 8-ാം വാക്യം, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന്റെ യേശുക്രിസ്തു രക്ഷിക്കപ്പെട്ടവരെ കണ്ടപ്പോൾ താൻ എന്തോ ചെയ്യുക? അവർക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുക. പിന്നെന്തോ പറയുന്നത്? പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ആൻഡ് പ്രയർ അല്ല. ഒന്ന് ദൈവത്തിന് നന്ദി അറിയിക്കുന്നത് ദൈവം ചെയ്തതിനു വേണ്ടി, മറ്റത് എനിക്ക്
ആഗ്രഹമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വായിച്ച് അടുത്ത വാക്യം, 9-ാം വാക്യം മലയാളത്തിൽ. ഞാൻ ഇടപെടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ഇഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ദൈവപ്രവൃത്തി കണ്ടിട്ട് ഞാൻ പ്രൈസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ദൈവസന്നിധാനത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വ്യക്തിപരമായി വന്ന് നിങ്ങളോട് ഇടപെടേണ്ടതിനെ ഞാൻ എന്തോ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായി കാണാൻ താൻ ആഗ്രഹിക്കുന്നു. 12-ാം വാക്യം. അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടി എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ എഴുതിയാൽ പോരാ, ദൂരെ നിന്ന് പ്രസംഗിച്ചാൽ പോരാ, വ്യക്തിപരമായി നിങ്ങളെ കാണുവാൻ എനിക്ക് താല്പര്യമുണ്ട്. അതിനുവേണ്ടി ഞാൻ എന്തോ ഇരിക്കുന്നു, ഒരുങ്ങിയിരിക്കുന്നു. നമ്മൾ പലപ്പോഴും എന്തില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരുക്കമില്ല. അപ്പോൾ തന്റെ ജീവിതത്തിൽ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ശക്തി ഇവർ കടക്കാറാണ്. അതിനുവേണ്ടി താൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ സുവിശേഷം ദൈവത്തിന്റെ വകയാണ്. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവമാണ് അതിന്റെ ആ അന്തസത്ത്. കഷ്ടാനുഭവവും ഉയർപ്പുമാണ് നമുക്ക് പറവാനുള്ളത്. കാരണം യേശുക്രിസ്തു കൂടാത്ത സകല മനുഷ്യരും ഈ കല്ലറ കൊണ്ട് അവരുടെ പ്രതീക്ഷ, പ്രത്യാശ, ജീവിതം അവസാനിക്കുമ്പോൾ ഉയർപ്പാണ് പ്രതീക്ഷ നൽകുന്നത് ഭാവിയായ മനുഷ്യരെ. അതാണ് അവന്റെ ജീവിതത്തിൽ ഏക ആശ്വാസമുള്ളത്. ആ കാര്യം പറഞ്ഞില്ലെങ്കിൽ അത് അവരുടെ നാശത്തിനിടയായിത്തീരും. ഇതുകൊണ്ടാണ് സുവിശേഷത്തിന്റെ പ്രാധാന്യം. എനിക്ക് വളരെയധികം പറവാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ സുവിശേഷം ദൈവം തന്നിരിക്കുകയാണ്. എന്താ ഓർത്തെ ആ വാക്യം കൂടെ വായിച്ച് നിർത്താം. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ എന്തോ വിചാരിച്ചിട്ടാ ദൈവം ഇത് തന്നിരിക്കുന്നത്. ഈ വാക്യമൊക്കെ മനപ്പാഠം അറിയുന്ന വാക്യങ്ങളാ. അവനെന്നെ അയ്യോ, എനിക്ക് ശക്തിയും മെസ്സേജും എല്ലാം തന്ന കർത്താവെ ഒന്ന് വിചാരിച്ചിട്ടാണ് ഇത് തന്നിരിക്കുന്നത്. എന്താ വിചാരിച്ചു? ഞാൻ വിശ്വസ്തയോടെ ചെയ്യുന്നത്. യേശു അവസാനം ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യമേ പറയുന്നുള്ളൂ, വിശ്വസ്തനെ, നല്ലവനെ. അല്ലേ? എന്റെ സന്തോഷത്തിലേക്ക്, പിതാവിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, അവന്റെ കാര്യവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ വിശ്വസ്തതയാണ്. അപ്പോൾ ദൈവം തമ്പുരാൻ നമ്മെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്, മനുഷ്യവർഗത്തെ പരമേൽപ്പിച്ചിരിക്കുന്നത്, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കാണുമ്പോൾ വിചാരിക്കുന്നത് ഇവൻ വിശ്വസ്തനാണെന്നോർത്താണ് ശുശ്രൂഷ തന്നിരിക്കുന്നത്. നാം വിശ്വസ്തനല്ലാതെ പോയെങ്കിൽ ആയിരങ്ങൾ നരകത്തിൽ പോകും. കർത്താവിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നമുക്ക് ആ ഭേദം ലഭിക്കുവാൻ ഈ മെസ്സേജും ഇതല്ലാതെ വേറെ മാർഗമില്ല എന്നും മനുഷ്യവർഗത്തിന്റെ സ്ഥിതിയും മനസ്സിലാക്കുമ്പോഴാണ് നമുക്കൊരു വ്യത്യാസം ഉണ്ടാകുന്നത്. പുത്രനെ അനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല, അവന്റെ മേൽ ദൈവക്രോധം വസിക്കുന്നതേയുള്ളൂ. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് ഇന്ന് രാവിലെ പ്രിയപ്പെട്ട ദൈവജനമേ, സുവിശേഷം ദൈവത്തിൻ്റെതാണ്. ദൈവം തന്നെ പുത്രനെ അയച്ചു, പുത്രൻ തന്നെ അപ്പോസ്തലന്മാരെ അയച്ചു, അപരിശുദ്ധാത്മാവ് നമ്മളെ അയക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവം നമുക്ക് അധികാരവും ശക്തിയും മെസ്സേജും അതിനുള്ള സകലതും തന്നെ നമ്മെ വിട്ടിരിക്കുമ്പോൾ നാം വിശ്വസ്തരെന്ന് ഓർത്ത് അവൻ കാത്തിരിക്കുകയാണ്. ആ വിശ്വസ്തതയ്ക്ക് ഭംഗം വന്നാൽ നമുക്ക് കുഴപ്പം മാത്രമല്ല, ആയിരങ്ങൾ നിത്യനരകത്തിൽ പോകും. ദൈവത്തിന്റെ പദ്ധതിക്ക് അവിടെ നമ്മളെ ഏൽപ്പിച്ച സ്ഥാനത്തെ നാം അവിശ്വസ്തരായി തീരുന്നത് കൊണ്ട് നമ്മൾക്കും നഷ്ടമാകും, നമ്മുടെ അരികിൽ പാർക്കുന്നവർക്കും നഷ്ടമാകും. അത് സംഭവിക്കാതിരിക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നു, ഈ അധികാരത്തോടെ, ഈ ശക്തിയോടെ യേശുക്രിസ്തുവിന്റെ മെസ്സേജ് കണ്ടവരും കേട്ടവരുമായി സാക്ഷികളായ നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നു. ഇന്ന് രാവിലെ നമ്മൾക്കതിനൊരു വേദനുണ്ടാകട്ടെ. ഈ നിയോഗം സകലരോടും പറയാം, സകലരോടും പറയാൻ നാം ഒരുങ്ങിയിരിക്കണം. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതിനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം.
യേശുവിനെ വിവരിക്കുവാൻ, നമ്മുടെ മണവാളനെ കുറിച്ച് പറവാൻ. അവൻ ആരാണ്? 10,000-ങ്ങളിൽ സുന്ദരൻ, അവനെപ്പോലെ വേറൊരുവനുമില്ല, അവൻ എൻ്റെ, ഞാൻ അവനെ കുറിച്ച് വിവരിക്കുന്നു എന്നാണ് കാന്ത പറയുന്നത്. ഇന്ന് പകൽക്കാലം നമുക്കും ആ വേണം, ആ സന്തോഷം, ആ ഉദ്ദേശം ഉണ്ടായിരിക്കട്ടെ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ വലിയ രക്ഷ നാം മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ, അത് നമ്മുടെ തലയിൽ വരുന്ന രക്തമാണെന്ന് വേദപുസ്തകത്തിന്റെ തത്വത്തിൽ നിന്ന് നമുക്ക് നീക്കാൻ കഴിയും. ഇന്ന് രാവിലെ നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതി നമുക്ക് നോക്കാം. നാം വിശ്വസ്തനാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനം, സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ, കർത്താവിന്റെ രാജ്യത്തോടുള്ള ബന്ധത്തിൽ, കർത്താവിന്റെ വിളി അനുസരിച്ച് നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരാണോ? നമുക്ക് തന്ന ശുശ്രൂഷ തിരിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.